मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। ये करो सब्सक्राइब, कमेंट एंड लाइक। എന്റെ എക്സ്പെരിമെന്റിൽ ഞാൻ വിജയിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഈ മരുന്ന് കൊടുത്ത് എല്ലാറ്റിനെയും ഡൈനോസറാക്കി മാറ്റിയിരിക്കും. എന്നിട്ട് ഒരുപാട് കാശ് ഉണ്ടാക്കുകയും ചെയ്യും. അടിച്ചു പൊളിച്ച്. എന്നാൽ മരുന്നിന്റെ എഫക്റ്റ് 7 ദിവസം കൂടി തീർന്നു പോവല്ലോ. പിന്നെ എന്ത് ചെയ്യും? എടോ, 8ാമത്തെ ദിവസം ഞാൻ വീണ്ടും മരുന്ന് കൊടുത്ത് അതിനെ ഡൈനോസറാക്കി മാറ്റിയിരിക്കും. ഇതിനെ കുറിച്ച് ആരും തന്നെ ഒന്നും അറിയാൻ പോകുന്നില്ല. കൂട്ടുകാരെ, എത്ര നല്ല കാര്യമാണല്ലേ. ആ ഡൈനോസർ പാർക്കിനെ നമ്മളാണ് ആദ്യമായി കാണാൻ പോകുന്നത്. ഇതിന് എല്ലാത്തിനും കാരണം നമ്മുടെ കണ്ണാ സാറാണ്. അദ്ദേഹം ലൂട്ട്മെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പാർക്ക് നിർമ്മിക്കാൻ കഴിയില്ലായിരുന്നു. അടിച്ചു പൊളിച്ച്. നിങ്ങൾ ചെയ്ത നല്ല കാര്യം തന്നെയാ. അതുകൊണ്ടാണ് ആദ്യമായിട്ട് എന്റെ പാർക്കിലേക്ക് കണ്ണാ സാറിനെ ക്ഷണിക്കണമെന്ന് ഞാൻ കരുതിയിരുന്നത്. അടിച്ചു പൊളിച്ച്. അടിച്ചൊന്നും പൊളിക്കണ്ട, പിന്നെ പരിക്ക് പറ്റും. ഹണി, നീ എന്താടാ പറഞ്ഞേ? സോറി, ബാഡ് ജോക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര വേണമെങ്കിലും അടിച്ചു പൊളിച്ചോളൂ. ഞങ്ങൾ എന്തായാലും ഈ ടൂർ ഒന്ന് ആഘോഷിക്കട്ടെ. ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ നന്നായി കളിച്ചു. ഇദ്ദേഹം എപ്പോഴും പറയും അടിച്ചു പൊളിച്ചു, അടി കൈ. അങ്ങ് പറഞ്ഞത് ശരിയാണ്. അടിച്ചു പൊളിച്ച്. സർ, ഈ പാർക്ക് സേഫ് ആണല്ലോ അല്ലേ? തീർച്ചയായും സുഹൃത്തെ. ഈ ജീപ്പിൽ എല്ലാ സെക്യൂരിറ്റി സിസ്റ്റവും ഉണ്ട്. ഒന്നും സംഭവിക്കില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളെ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾ റോഡ് വിട്ട് കാട്ടിലേക്ക് പോകരുത്. അടിച്ചു പൊളിച്ച്. അങ്ങോട്ട് നോക്ക്, എത്ര വലിയ ഡൈനോസർ ആണ്. സംശയമുണ്ടോ? അതെ, അതതിന്റെ വലിയേട്ടനാണ്. നന്നായിട്ടുണ്ട്. കണ്ടോ, ഇത് വാട്ടർ ഡൈനോസർ ആണ്. കൂട്ടുകാരെ, അങ്ങോട്ട് നോക്കൂ, ഡൈനോസറിന്റെ കുട്ടികൾ. വരൂ, നമുക്ക് അതിന്റെ ഒപ്പം പോയി കളിക്കാം. എടാ, വണ്ടിയുടെ സ്റ്റീറിംഗ് സൂക്ഷിച്ച്. വേണ്ട, നീ താഴേക്ക് ഇറങ്ങണ്ട. ഡൈനോസർ കാരണം എന്തെങ്കിലും അപകടം സംഭവിക്കാം. ഈ പാർക്കിൽ വന്നതിന് ശേഷം ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഉത്സവം വന്നാൽ ആഹ്ലാദമാണ്. ഈ സന്തോഷത്തിന് കാരണം എന്റെ കസ്റ്റമറാണ്. വരൂ, നമുക്ക് ഇനി ഒരുപാട് ഡൈനോസറിനെ കാണാം. എന്തു പറ്റി? നീ അതെങ്കിലും ഡൈനോസറിനെ കണ്ടായിരുന്നോ? ഇല്ല, ദേ വഴിയിലാരും മരം വെട്ടിയിട്ടിരിക്കുകയാണ്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ദേ ഒരു മരം നടന്നു വരുന്നു. എടാ, ഇത് ചുമന്ന നിറത്തിലുള്ള ഡൈനോസറാ.
എടാ ഇത് എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇത് ദേഷ്യം കൊണ്ടാണ് ഇങ്ങനെ ചോപ്പാവുന്നത്. എടാ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. ഹണി വേഗം കാർ ഓടിക്കേ. എല്ലാരും കെട്ടിപ്പിടിച്ചിരുന്നു. അനങ്ങി പോകരുത്. മര്യാദയ്ക്ക് കാർ നിർത്ത്. ഇവിടെ കിടന്ന് നിലവിളിക്കാതെ കാർ നിർത്ത. ഇന്നലെ നിലവിളിച്ചിട്ട് നമ്മളോട് നിലവിളിക്കാൻ പാടില്ലെന്ന് പറയാ. ഇതും എന്നെ പോലെ കഴുതിയാണെന്ന് തോന്നുന്നു. നീ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്ക്. റെയിലിംഗ് പൊട്ടിപ്പോയി. സംശയമുണ്ടോ? ഇവിടെ കാറ് ചരിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ നിനക്ക് റെയിനിങ്ങിനെ പറ്റിയ വിഷമോ അല്ലേ? എടാ കഴുതേ, ഞാൻ പറഞ്ഞ റെയിലിംഗ് പൊട്ടിപ്പോയെന്നാ. അപ്പൊ കാർ താഴോട്ടങ്ങ് പോവും. ചാടിക്കോ. ഹണി വേഗം വേഗം പോ, വേഗം പോ. എടാ കഴുത്, ഈ കാറിന്റെ പണി തീർന്നിരിക്കുക. പിന്നെ എങ്ങോട്ട് പോവാനാ? എടാ ഇവിടുന്ന് പോവാന്നാ പറഞ്ഞത്. കാറിൽ നിന്ന് പുറത്തിറങ്ങടാ. കാർ ഇപ്പൊ താഴെ വീഴും. സംശയമുണ്ടോ? എടാ എനിക്ക് മരത്തിൽ നിന്ന് അനങ്ങാൻ പോലും കഴിയുകയില്ല. ജോർദാറെ, ഖന്നാസാറെ, സൂക്ഷിച്ച്. ജോർദാറെ പേടിക്കല്ലേ. നീ താഴേക്ക് നോക്കണ്ട. നീ ഒന്ന് പിടിച്ച് മുകളിലേക്ക് കയറി വാ. പശു കഴിക്കുന്നത് പച്ചപ്പുല്ല. എങ്ങനെ വരാനാ? ഞാൻ കുരങ്ങനല്ല. അടി കൈ. ആ കൈയടിക്കാനെങ്കിലും കൈ പൊക്കിയാലേ നേരെ പോകുന്നത് കൊക്കയിലേക്കായിരിക്കും. സംശയമുണ്ടോ? അയ്യോ. വേഗം ആവട്ടെ, കാർ താഴേക്ക് പോവാൻ പോവാ. വേഗമാവട്ടെ ഹണി, വേഗമാവട്ടെ. എടാ നിക്ക്, ഞാനാ വരുന്നു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ജോർദാറെ, നീ ആവശ്യമില്ലാതെ പേടിച്ചതാ. എല്ലാരെക്കാളും മുമ്പിറങ്ങിയത് നീയാണ്. എടാ ഞാൻ ഇറങ്ങിയതല്ല, താഴേക്ക് വീഴുകയായിരുന്നു. വേഗം വാ, നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി നോക്കാം. ഹലോ ഹലോ, അതെ, നിങ്ങൾ എവിടേക്കാ പോയത്? പേടിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ലെന്നേ. ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്. ഹണി, നീ അവിടെ എന്തെടുക്കാണ്? വാ, ഞങ്ങളുടെ ഒപ്പം വാ. വൗ, അടിപൊളി. ഈ സ്ഥലം അതിമനോഹരമായിട്ടുണ്ട്. നല്ല മീൻ കിട്ടണമെങ്കിൽ വല നന്നായിട്ട് വലിക്കണം. ഈ മനോഹരമായ സ്ഥലത്ത് നമ്മൾ നന്നായി കുളിക്കണം. അടി കൈ.
ഈ തണുത്ത വെള്ളത്തിൽ കുടിച്ചിട്ട് എനിക്ക് നല്ല സുഖം തോന്നുന്നുണ്ട്. വാ പോപ്പാ, നമുക്ക് വെള്ളത്തിൽ പോയി കളിക്കാം. ഈ മരം എന്തിനാ ഇങ്ങനെ കിടന്ന് അനങ്ങുന്നത്? എന്റെ അമ്മച്ചി, ഇത് മരമൊന്നുമല്ല, ജീവനോടെയുള്ള ഡൈനോസർ ആണ്. കാണാൻ നല്ല രസമുണ്ടല്ലേ? കടലിന്റെ അടിയിൽ ഉണ്ടാവും മനോഹരമായ ചിപ്പ് ഇതിന്റെ മുഖത്തിലേക്ക് തുപ്പി അടികൈ. ഇത് അപകടകാരിയായ ഡൈനോസർ ആണ്. ആദ്യം വിഷം തുപ്പി നമ്മുടെ ബോധം കെടുത്തും, എന്നിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യും. എന്റെ ചേട്ടായി, നിങ്ങളൊരു സംഭവം തന്നെയാ, ഞാൻ സമ്മതിച്ചു. കൊറോണ പിടിച്ചാൽ ആദ്യം വരുന്നത് പനിയാണ്. എനിക്ക് ഇതിനെ കണ്ടിട്ട് ആകെ തലകറങ്ങുകയാണ്. അല്ല, നിങ്ങൾ ആരെയാണ്? ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുന്നുണ്ടല്ലോ. ഓടിക്കോ. ഒന്ന് നിക്കേ, ഞാൻ പറയുന്നത് കേക്ക്. എന്റെ പൊന്നെ, ഒന്ന് നിക്കേ. എങ്ങോട്ടേക്ക് പോകുന്നേ? ഒന്ന് നിക്കേ. എത്രയെന്ന് വെച്ചാ ഇങ്ങനെ ഓടുക? നിക്കേ. ഇങ്ങനെ അങ്ങ് ഓടിക്കൊണ്ടിരുന്ന എങ്ങനെയാ? ഞാനെന്താ ഓട്ടക്കാരനാണെന്ന് വിചാരിച്ചോ? ചേട്ടാ, ഇങ്ങനെ ഓടുന്നെന്തിനാ? ഞാൻ കാറിന്റെ ഒരു ലോൺ വാങ്ങി തരട്ടെ. ഞാൻ ലോൺ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ലോൺ കൊടുക്കുന്ന ആളാണ്. ഓടിക്കൊണ്ടേയിരിക്കൂ. അത് പോയെന്നാ എനിക്ക് തോന്നുന്നത്. വാ, ഫ്ലൈറ്റിൽ കയറി ഒളിക്കാം. നിങ്ങൾ കാണിക്കുന്നത് വലിയ തെറ്റാണ് കേട്ടോ. ഇത്രയും ദൂരം ഓടിയിട്ട് ഇങ്ങനെ അകത്ത് കയറിയിരുന്ന എങ്ങനെയാ? ശരി, കുഴപ്പമൊന്നുമില്ല, ഞാൻ അകത്തേക്ക് വന്നേക്കാമേ. എന്തോ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? എന്തുവാ? എടോ, ഞാൻ തന്നോടല്ല പറഞ്ഞതാ. താൻ പറയുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടോ, പക്ഷെ ഒന്ന് ഒച്ചത്തിൽ പറയണോ. എടോ, ഞാൻ പറഞ്ഞത് തന്നോടല്ല, ഞാൻ പറഞ്ഞത് ഇവരോടാണ്. അടിച്ചു പൊളിച്ച. ഞാൻ രാവിലെ മുതൽ ഇവിടെ തന്നെയാണല്ലോ, പിന്നെ എവിടുന്ന ഞാൻ അടിച്ചു പൊളിക്കാനായിട്ട്? എടോ, ആ കുട്ടികളെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? അവരുടെ ജീപ്പ് ക്യാമറ സ്ക്രീനിൽ കാണുന്നില്ല, കൂടാതെ റേഡിയോ സിസ്റ്റവും വർക്ക് ചെയ്യുന്നില്ല. എന്താ? എടോ, തന്നോടല്ല, അവൻ എന്നോടാണ് പറഞ്ഞത്. ഞാനോ? ഞാനേ സെക്യൂരിറ്റി ഇൻചാർജ് ആണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. സർ, സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിയാൽ മതിയാകൂ. നാളെ 8ാം ദിവസമാ. എന്തോടാ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ പൊന്നമ്മച്ചി, ഞാൻ ഇവന്മാരെ എന്താണ് ചെയ്യുക? വേഗം പോയി അവരെ കണ്ടുപിടിക്കാൻ നോക്ക്. സാറേ, രാത്രി സമയത്ത് കാട്ടിൽ പോയി എങ്ങനെ കണ്ടെത്താനാ? സാർ, ഇപ്പൊ പോയാൽ ഒട്ടും ശരിയാവുകയില്ല. വലിയൊരു കൊടുങ്കാറ്റ് വന്നോണ്ടിരിക്കുകയാണ്. നമ്മുടെ രഹസ്യങ്ങളെങ്ങാനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ആപത്തായിരിക്കും. അടിച്ചു പൊളിച്ച. എടോ, താൻ അടിച്ചു പൊളിക്കാനുള്ള കാര്യം എന്താണ്? ഒന്നും മിണ്ടാതിരിക്ക്. ഞാൻ ഒന്നാമതേ കലകരി നിൽക്കുകയാണ് ഇവിടെ. അല്ല, അവർ ഇങ്ങോട്ടാണ് പോയത്. കാട് മുഴുവൻ എവിടെയും കാണുന്നില്ലല്ലോ. അടിച്ചു പൊളിച്ച. വേഗം പോയി എങ്ങനെയെങ്കിലും കണ്ടെത്തി കൊണ്ടുവാ. 8ാം ദിവസമായി കഴിഞ്ഞാൽ മരുന്നിന്റെ വീര്യം മൊത്തത്തിൽ തീർന്നു പോക്കും. അവട്ടകളെ കാണും യഥാർത്ഥ രൂപത്തിൽ മാറിക്കഴിഞ്ഞാൽ സമയം ഒരുപാടായല്ലോ. എങ്ങനെയാ ഒന്ന് അകത്തേക്ക് കേറുക? കൊച്ചളിയ, ആ വിഷത്തിന്റെ പണി തുടങ്ങിയെന്ന് തോന്നുന്നത്. ദേ, ഇപ്പൊ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല.
എടാ ഇവിടെ ഇരുട്ടല്ലേ, അതുകൊണ്ടാണ് നിനക്കൊന്നും കാണാൻ കഴിയാത്തത്. കാശ് കൊടുത്താലേ സാധനം തരൂ. ഇവിടെ ആരെങ്കിലും വെളിച്ചം കൊണ്ടുവരൂ. എടാ ഇത് ഞാൻ തന്നെയാ. എനിക്കാണെങ്കിൽ ചത്തുപോയ എല്ലാ ഡൈനോസറുകളും എന്റെ മുമ്പിൽ വന്നവരുണ്ട്. സംശയമുണ്ടോ? പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, ഇവിടെ നമ്മുടെ സേഫ് ആണ്. ജീവിതകാലം മുഴുവൻ ഇവിടെ താമസിക്കാന്നാണോ നീ പറഞ്ഞോണ്ട് വരുന്നത്? അല്ലേ, നിങ്ങൾ ഇത് എവിടെയാ ഒളിച്ചിരിക്കുന്നത്? പറയ്, എന്നെ കണ്ടെത്തിനാ പേടിക്കുന്നത്? ഞാൻ ഒരു പല്ലിയാണ് കേട്ടോ. ഇപ്പോൾ രാത്രി ഒരുപാട് സമയമായി. രാവിലെ സെക്യൂരിറ്റി ആൾക്കാർ തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിച്ച് ഇവിടെ എത്തും. വല്ലാതെ വിശക്കുന്നുണ്ട്. അല്ല, നിനക്കെങ്ങനെ അറിയാം സെക്യൂരിറ്റി ഗാർഡിന് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന്? എടാ, ഇവനെ പിടിച്ച ഡൈനോസോർ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എടാ ഹണി, എനിക്ക് വിശക്കുന്നെന്നാ പറഞ്ഞേ. ഓഹോ, കാര്യം പിടികിട്ടി. അപ്പൊ നീ പറഞ്ഞു തന്നത് സെക്യൂരിറ്റി ഗാർഡ്സ് വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരുമെന്നല്ലേ? ഓ, അവര് ഗണ്ണ് കൊണ്ടുവരും. നിനക്ക് അതിനകത്തുള്ള ഉണ്ട കഴിക്കാം. ഉണ്ട് എന്തിനാ? ഞാൻ എന്താ ജയിലിനകത്തിരിക്കുകയാണോ? എടാ, ഇവന് തിന്നാൻ എന്തെങ്കിലും കൊണ്ട് കൊടുക്ക, അല്ലെങ്കിൽ ഇവന്റെ വർത്താനം കേട്ട് എനിക്ക് പ്രാന്ത് പിടിക്കും. സംശയമുണ്ടോ? കറി മണക്കണമെങ്കിൽ വേണം കറിവേപ്പില. ഇവിടെ നമുക്ക് കഴിക്കാനായി ഒന്നും തന്നെ കിട്ടില്ല. അടി കൈ. വരൂ, നമുക്ക് പോയി അന്വേഷിക്കാം. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. എന്റെ അമ്മച്ചി, എനിക്കാണെങ്കിൽ ഒന്നും തന്നെ കാണാനും പറ്റുന്നില്ല. അടിപൊളി. എനിക്കെന്തായാലും ഇവിടെ വെള്ളം കിട്ടിയിരിക്കുന്നു. നല്ല തണുത്ത വെള്ളം. എന്റെ അമ്മച്ചി, ഇതെന്താ തുറക്കാത്തത്? ഇവിടെയാണെങ്കിൽ എല്ലായിടത്തും മൊത്തം ഇരുട്ടായിരിക്കുക. ഇങ്ങോട്ട് നോക്കൂ, ഇന്ന് രാത്രിക്കുള്ള ഭക്ഷണം കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്ക്, നമുക്കുള്ള ആഹാരം കിട്ടിക്കഴിഞ്ഞു. കുറച്ചെന്തായാലും നമുക്ക് മാറ്റി വെക്കാം. മിക്കവാറും നാളെ രാത്രിയും ആവശ്യം വരുമല്ലോ. നാളെ രാത്രി വരെ നമ്മൾ ഇവിടെ ഇരിക്കേണ്ട ആവശ്യം എന്താ? എന്താടാ, നീ ഇവിടെ സ്ഥിരമായിട്ടൊക്കെ കൂടാതെ വിചാരിച്ചോ? പോപ്പട്ടെ, കഴിക്ക്, എന്നിട്ട് ഉറങ്ങാൻ നോക്ക്. അല്ലേ, ഞാൻ എന്തിനാ ഇവിടെ പിക്നിക്കിനാണോ വന്നത്? വീട്ടേക്ക് ഞാൻ എന്റെ വലിയേട്ടന്റെ അടുത്തേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ. ഈ സാൻഡ്വിച്ച് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതെയോ? എങ്കിലേ ഞാൻ നിനക്ക് പൊറോട്ട കുറുമേൻ പറയട്ടെ. ആ, പക്ഷേ പൊറോട്ട വേണ്ട. എനിക്ക് പൊറോട്ട കഴിച്ചുകൂടാ. മൈദയെ എനിക്ക് അലർജിയാണ്. കൂടാതെ ഞാൻ ഡയറ്റിലുമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന് ആമമുട്ട ബെസ്റ്റ് ആണ്. ഡയറ്റിനാണെങ്കിൽ അത് വളരെ നല്ലതുമാണ്. അടി കൈ. ഇന്നാ പിടിച്ചോ നിനക്കുള്ള ഇറച്ചിക്കറി. എന്നാ ഇന്നാ പിടിച്ചോ നിനക്കുള്ള ആനമുട്ട. എടാ മതിയാക്ക്, നിങ്ങളുടെ കളി കുറച്ച് കൂടുന്നുണ്ട്. മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്ക്. കാലത്ത് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം. കൂട്ടുകാരെ, ഈ കാട്ടിൽ ജീവിക്കുന്നത് നല്ല രസമുള്ള ഒരു കാര്യമാണ്. ആ, നിന്നെ പോലെ മൃഗങ്ങൾക്ക് അത് തന്നെ ഇഷ്ടം. സംശയമുണ്ടോ? ശരി വാ, നമുക്ക് എങ്ങനെയെങ്കിലും റോഡിൽ എത്തിപ്പെടണം. എങ്കിലേ സെക്യൂരിറ്റി ഗാർഡിനെ നമ്മളെ കണ്ടെത്താൻ കഴിയൂ. കൊച്ചളിയ, എത്ര സ്നേഹമുള്ള ഭംഗിയുള്ള ഡൈനോസറിന്റെ കുട്ടികളാണെന്ന് നോക്കിയേ. ആ അതെ, ഇന്നലെ നമ്മളെ ഓടിച്ച ഒരു ഡൈനോസോർ ഉണ്ടല്ലോ, അതും നിനക്ക് സ്നേഹമുള്ള ഡൈനോസോർ ആയിരിക്കും. സംശയമുണ്ടോ? എടാ, ഇത് എന്ത് ശബ്ദമാണടാ? ഒന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. എന്തിന്റെ ശബ്ദമാണ് ഇത്?
തീവറ്റകൾ നമ്മുടെ നേർക്കാ വന്നുകൊണ്ടിരിക്കുന്നത്. ഓടിക്കോ. നീ ഡൈനോസർ അല്ലേ, പിന്നെ എന്തിനാ നീ കിടന്ന് ഓടുന്നേ? അമ്മയുടെ അടുത്തുനിന്ന് ഓടി വരുവാ. അവരെന്നെ കുളിക്കാനായിട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞു. അത് ശരി, അപ്പൊ നിനക്ക് കുളിക്കുന്ന ഇഷ്ടമല്ലേ? ആ അതെ, പക്ഷെ നിങ്ങൾ എന്തിനാ ഓടുന്നത്? അപ്പൊ നിന്റെ അമ്മയും നിന്നെ പിടിച്ചോണ്ട് കുളിപ്പിക്കുമോ? ഞങ്ങൾക്ക് മമ്മിയൊന്നുമില്ല. ഞങ്ങൾ കാട്ട്കന്മാരത്തിന്റെ ഒപ്പമാണ് താമസിക്കുന്നത്. അല്പം കൂടി വേഗത്തിൽ ഓടിക്കോ, അമ്മ അതാ പുറകെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിൽക്ക്. അയ്യോ രക്ഷിക്കണേ. വലിയ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കൊരു പ്രശ്നമില്ല. മധുപിളകി ആനയെ കണ്ടാൽ നാട് വിറയ്ക്കും. മമ്മി ഇങ്ങനെയാണെങ്കിൽ ഡാഡി എങ്ങനെയായിരിക്കും? അടി കൈ. എന്റെ അമ്മച്ചി, അതിനടിക്കാനായിട്ട് കഴിയില്ല, കാല് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടേ ഓടിക്കോ. നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഒരു ദിവസം നിന്നെ ഞാൻ കുളിപ്പിച്ചിരിക്കും, നോക്കിക്കോ. ഓടി ഓടി ഞാൻ തളർന്നു. പക്ഷെ ഒരു റോഡ് പോലും കണ്ണി കാണുന്നില്ല. സംശയമുണ്ടോ? ഈ മഴ പെയ്യാൻ കണ്ട സമയം. എല്ലാ കഷ്ടപ്പാടുകളും ഒരുമിച്ച് വരുമെന്ന് പറയാറുണ്ട്. സംശയമുണ്ടോ? അല്ല, നിനക്കെങ്ങനെ മനസ്സിലായി അതിന്റെ പേര് സംശയമാണെന്ന്? ഏതിന്റെ പേര്? ദാ ഇതിന്റെ. അല്ല, എന്ത് പറ്റി? എന്റെ കാതിനെ കണ്ടാണോ ഇങ്ങനെ പേടിച്ചത്? ഞാനാണെങ്കിൽ ഓരോരുത്തരെ കണ്ട് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് നടക്കുവാണ് കേട്ടോ. നോക്ക്, ഞങ്ങളെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ വലിയ പ്രശ്നമാവും. സംശയമുണ്ടോ? ഉത്സവപ്പറമ്പിൽ കാണാൻ പറ്റും നല്ല ചെണ്ട. ഞങ്ങളെ ആക്രമിക്കാനായി നോക്കണ്ട. അടി കൈ. അല്ല, ഒരു കാര്യം പറയേ, നിങ്ങൾ ഇവിടെ ഉള്ളതാണോ അല്ല ഇവിടെ ഇരിക്കാൻ വേണ്ടി ആരുടെ ട്രെയിനിങ് എടുത്തതാണ്? നോക്ക്, ഞങ്ങൾ ആക്രമിക്കാൻ വരരുത്. ഞാൻ എന്തിനാ നിങ്ങൾ ആക്രമിക്കുന്നത്? ഞാനൊരു സാധാരണ പല്ലിയാണ് കേട്ടോ. അതിനെന്തിനാ ഇങ്ങനെ ഷോക്കാവുന്നത്? ഞാനൊരു പല്ലി തന്നെയാണ്. പല്ലി എന്ന് ഇത്ര വലുതായിട്ടുണ്ടാവില്ല. അതെ, ഇതിന് കാരണം മക്കൻ സിംഗ് ആണ്. അവന്റെ ആൾക്കാരാണ് വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ മരുന്ന് തന്ന് മാറ്റിയത്. അതെ അതെ, അവൻ പറഞ്ഞ സത്യം തന്നെയാണ്. സത്യം. ഏടായേ, വീണ്ടും നിങ്ങൾ പണി തുടങ്ങിയല്ലേ? എടാ വൃത്തികെട്ടവനെ, മിണ്ടിപ്പോകരുത്. നോക്ക്, ഞങ്ങൾ നിങ്ങളെ കണ്ട് പേടിക്കുന്നവരല്ല. നിങ്ങൾ പേടിക്കാനായിട്ടുള്ള ഒരു കാര്യവും തന്നെ ഇല്ലെന്നേ. ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരാണെന്നേ. ഇത് ചോപ്പ് ചെയ്തപ്പോഴാ പച്ചലോട്ട് മാറിയത്. അവന് എന്താണ് ചേട്ടാ, നിറം മാറിയല്ലേ മതിയാകുള്ളൂ. എന്ത്, ഓന്തിനെയും ഡൈനോസറാക്കി മാറ്റിയെന്നോ? ഇതിന് കാരണം ആ മക്കൻ സിംഗ് തന്നെയാണ്. അവനെ ഞാൻ വിടില്ല. ഒരു ദിവസം ഇടിച്ച് ഞാൻ അവനെ ഇടിചമ്മന്തിയാക്കി മാറ്റാം. ഇതറിയില്ലേ, 7 ദിവസമേ അവന്റെ മരുന്ന് വർക്കൗട്ട് ആവുള്ളൂ. ഇന്ന് അവന്റെ ആൾക്കാർ വന്ന് വീണ്ടും മരുന്ന് തരും. ഇന്നെന്തിനാ? മരുന്നാണെന്നുണ്ടെങ്കിൽ 7 ദിവസം ജോലി ചെയ്യുമല്ലോ. മണ്ടോദര, ഇന്ന് 7ാമത്തെ ദിവസമാണ്. മിണ്ടരുതാ. ഞാൻ എന്തുവാടോ ഈ മിണ്ടാതിരിക്കാൻ വേണ്ടി പറയുന്നത്? നമ്മുടെ ഭാവവും രൂപവും എല്ലാം ആ മക്കൻ സിംഗ് കാരണം മൊത്തത്തിൽ മാറിപ്പോയില്ലേ? പല്ലിയായിരുന്നു ഞാൻ ഡൈനോസറായിട്ട് മാറി. ഇപ്പൊ എന്നോട് പറയാ മിണ്ടരുതെന്ന്. അയ്യാ, മിണ്ടരുതാ. താൻ എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂന്നത്? കാതിന്റെ പണി തന്നെ തീർന്നു പോകും. ആ മക്കൻ സിംഗിനെ ഞാൻ വെറുതെ വിടില്ല. അവന്റെ പണി ഞാൻ തീർത്തിരിക്കും. 2 ദിവസം അടച്ചു വച്ചാൽ ബിരിയാണി നാറും. അവന് ലോണ് കൊടുത്തത് കൊണ്ട് എന്റെ സിരി കീറും. അടി കൈ. അവനെ ഞാൻ വിടില്ല. അവന്റെ പണി ഞാൻ തീർക്കും. അവൻ ഇത്രയും വലിയ ഫ്രോഡാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇത് ഫ്രോഡ് മാത്രമല്ല, മൃഗങ്ങളുടെ മേൽ ചെയ്യുന്ന ക്രൂരതയുമാണ്. ഇനി എന്തായാലും അവനിട്ടൊരു പണി കൊടുത്തേ മതിയാവും. സംശയമുണ്ടോ? നിങ്ങൾക്ക് ലാബിലേക്കുള്ള വഴി അറിയാമോ? എനിക്കറിയാം. എന്റെ പുറത്ത് കയറിക്കോളൂ, ഞാൻ കൊണ്ടുവന്നെത്തിക്കാം.
ഒന്ന് വേഗമാവട്ടെ, ഒട്ടും സമയം കളയണ്ട. എന്റെ ചേട്ടായി സൂക്ഷിച്ചു പോണേ കേട്ടോ, മക്കൻ സിംഗിന്റെ ആൾക്കാർ എങ്ങാനും അവിടെ കാണും. അവർ കാണാതായിട്ട് 24 മണിക്കൂറായി. ഈ പോക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പദ്ധതിയും പൊളിയും അടിച്ചു പൊളിച്ച്. ഉച്ചത്തിലെന്ന് പറയൂ. എടോ, ഇതിനേക്കാളും ഉച്ചത്തിൽ എനിക്ക് പറയാൻ കഴിയില്ല. അടിച്ചു പൊളിച്ച്. അത് ഞാൻ കേട്ടു. അതിനു മുമ്പ് താൻ എന്താ പറഞ്ഞേ? മറ്റുള്ളവർക്കെല്ലാം ഞാൻ പറയുന്നത് കേട്ടു, ഇയാൾക്ക് മാത്രം കേട്ടില്ല. ഇയാളെ കൊണ്ടു പുറത്താക്ക. ഇന്ന് അവസാനത്തെ ദിവസമാണ്. മരുന്നിന്റെ വീരം ഇന്നത്തോടെ അങ്ങ് തീരും. യഥാർത്ഥ മൃഗങ്ങളുടെ രൂപം ഇന്നത്തോടെ പുറത്തെറിയും. കണ്ണയും അദ്ദേഹത്തിന്റെ കുട്ടികളും കാട്ടിലാണ്. അവരെങ്ങാനും ഈ രഹസ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം മുഴുവനും നമ്മുടെ കള്ളത്തരങ്ങൾ അറിയും. അടിച്ചു പൊളിച്ച്. അതൊക്കെ വിട്ടേക്ക്, അതൊരു നല്ല കാര്യം തന്നെയാ. എല്ലാരും അറിയുന്നതിൽ എന്താ കുഴപ്പമുള്ളത്? അടിച്ചു പൊളിക്കുന്നതിനേക്കാളും സ്വാദിഷ്ടമായ ആഹാരം കൊടുക്കാലോ. അറിയാതിക്കുമായി അടച്ചു നിന്നോ, അല്ലെങ്കിൽ താന്റെ കയ്യിന്റെ ചൂടറിയും. താൻ എന്നെ തല്ലുവെന്ന് പറഞ്ഞതേ ഞാൻ നന്നായിട്ട് കേട്ടു. വേഗം പിടിച്ചുകൊണ്ട് പോകാൻ നോക്ക. എന്നിട്ട് മൃഗങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ നോക്ക്. ഈ പാർക്ക് കാണിച്ച് നമ്മൾ ഒരുപാട് കാശുണ്ടാക്കണം. അടിച്ചു പൊളിച്ച്. ഞാനിവിടുന്ന് പോവാണേ. അങ്ങനെ എല്ലാരും ഇവിടെ നിന്ന് പോയി കിട്ടി. അടിച്ചു പൊളിച്ച്. അത് കണ്ടോ, അവന്മാരാണ് മരുന്ന് തരാൻ വേണ്ടി വരുന്നവരാ. ഇവിടെ ആരുമില്ല. വാ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതെ അതെ, വാ വാ വാ. നിങ്ങൾ വേഗം അവരെ പേടിപ്പിച്ച് ഓടിക്കാൻ നോക്ക്. കഴുതേ. ആ പറയ്, കഴുത ഞാൻ തന്നെയാ. അതെ, നീ ഒരു കഴുത തന്നെയാ. പക്ഷെ നിന്നെ പോലെ അല്ല അവൻ. ഞാനൊരു ഓന്താണെന്ന് അവനറിയാം. പിന്നെ എങ്ങനെ അവൻ പേടിക്കും? നല്ല ഉറക്കം വരണമെങ്കിൽ നല്ല പാട്ടു കേട്ട് കിടക്കണം. ഇപ്പോൾ നിങ്ങൾ ഡൈനോസർ ആണ്, അവരെ ഇവിടെ നിന്ന് ഓടിക്കണം. എന്റെ ചേട്ടായി അവന്മാർ ഇങ്ങോട്ടാ വരുന്നത്. മിണ്ടരുതാ. എന്തോന്ന് മിണ്ടരുതെന്ന്? എനിക്ക് ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാ. എന്റെ മുത്തച്ഛന്റെ ഓർമ്മ എനിക്ക് വരുന്നു. മുത്തച്ഛ, മുത്തച്ഛ. മിണ്ടരുതാ, മിണ്ടരുതാ, മിണ്ടരുതാ. നിങ്ങളെന്താ പണ്ട് കോടതിയിലെങ്ങാനും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? എല്ലാം 3 പ്രാവശ്യം പറയുകയാണല്ലോ. എടാ മണ്ടനായ മരമണ്ട, മണ്ട ശുഗോമണി, ഞാൻ പറയുന്നത് നന്നായിട്ട് കേൾക്ക. നമ്മൾ ഇവിടെ കിടന്ന് ശബ്ദമുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഉണ്ടെന്നവർക്ക് നന്നായിട്ട് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മിണ്ടരുതാ, മിണ്ടരുതാ, മിണ്ടരുതാ. അയ്യോ, ഞാൻ എന്തിനാ ഇത്രയും വലിയ ശബ്ദം ഉണ്ടാക്കിയത്? നമുക്ക് രഹസ്യം അറിയാവുന്നെങ്ങാനും അവരറിഞ്ഞു കഴിഞ്ഞാ പിന്നെ നമ്മളെ ഡൈനോസർ ആക്കി മാറ്റി ഈ കാട്ടിൽ തന്നെ വിടും. സംശയമുണ്ടോ? പോപ്പട്ട് പറഞ്ഞത് ശരി തന്നെയാ. ഇവിടെ നിന്ന് കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് എത്താനാകും. നിങ്ങൾ എന്തായാലും കാട്ടിനകത്ത് പോയി ഒളിച്ചോളൂ. നിങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും വരും. ചേട്ടായി, ഇവര് പറഞ്ഞത് ശരിയാ. വാ, നമുക്ക് പോകാം. അവസാനം എന്തായാലും അവരെ കിട്ടിയിരിക്കുകയാണ്. ആഹാ, അടച്ചു പൊളച്ച്. അതാ അവിടെ ഒരു ക്യാമറ ഉണ്ട്, എല്ലാരും അവിടെ പോയി ഒളിച്ചോ. ചക്കക്കകത്തുണ്ടാവും നല്ല ചക്കക്കുരു. എല്ലാരും നിശബ്ദമായി എന്റെ പുറകെ വരൂ. അടികൈ. നമ്മൾ തെറ്റായിട്ടുള്ള പാതയിലാണ് വന്നിരിക്കുന്നത്.
അല്ല ഈ ഖന്നാസ് അടുത്ത് എങ്ങോട്ടാ പോയത്? കുറച്ചു മുമ്പ് വരെ നമ്മുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം. അത് കുഴപ്പമില്ല, നമുക്ക് ഓടാം. അദ്ദേഹം എവിടെ ഉണ്ടെന്ന് പിന്നെ നോക്കാം. വേഗം വാ, മറ്റേതെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് ലേബിൽ പോയി എത്തണം. റോഡ് ഇതാ അവിടെയുണ്ട്. എവിടേക്കാ നീ കൊണ്ടുപോകുന്നത്? എനിക്ക് പറക്കാൻ കഴിയും, പക്ഷേ ഒക്കെ കുറച്ചധികമായതുകൊണ്ട് എന്റെ മനസ്സിനകത്ത് ചെറിയൊരു പേടി. സംശയമുണ്ടോ? അടുത്തേക്ക് പോണം. വിട്, വിടാൻ, വിട്, എന്നെ വിടാൻ. ഓ, വിടാനല്ലേ പറഞ്ഞേ? പോപ്പെട്ട കൂട്ടിനകത്താണുള്ളത്. വേഗം വാ ഹണി. ഒരു ഡ്രാഗന്റെ മക്കൾ തത്തകളാണ്. സംശയമുണ്ടോ? എടോ, ഞാനും തത്ത തന്നെയാണ്. ആ നശിച്ച മരുന്ന് കാരണമായി എന്നെ ഡ്രാഗനെ പോലെ തോന്നുന്നത്. എന്റെ കുട്ടികൾക്ക് യഥാർത്ഥ തത്തകൾ എങ്ങനെ ഇരിക്കുമെന്ന് കാണിക്കാനാണ് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. കണ്ടോ മക്കളെ, യഥാർത്ഥ തത്ത ഇങ്ങനെ ഇരിക്കുന്നത്, പച്ച നിറത്തിൽ. എന്റെ മക്കളെ മോഷ്ടിക്കുന്നില്ലേടാ വന്നത്? നിക്ക്, അവരെന്റെ കൂട്ടുകാരാണ്. സംശയമുണ്ടോ? രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്റെ അമ്മച്ചി. പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്കൊരു പ്രശ്നമില്ല. എന്നാ പിന്നെ വേഗം നമുക്ക് പോകാം. പിന്നെന്തിനാടാ രക്ഷിക്കണേന്ന് പറഞ്ഞ് നിലവിളിച്ച നീ? അത് വെറുതെയാ, ചുമ്മാ ഒരു രസത്തിന്. എടാ കഴുതേ, വാ വേഗം നമുക്ക് ഇവിടുന്ന് പോകാം. അടി കുടുങ്ങി. അയ്യോ കന്നാ സാറേ, എടേ നിങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നടേ? വഴി കാണിച്ച് തന്നതിന് ശേഷം വീണ്ടും കാട്ടിൽ തന്നെ വന്ന് നിൽക്കുകയാണല്ലോ. എന്നെ താനെന്നായി കാണിക്കുന്നത്? ഇവരെ കൊണ്ട് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് പഴയതുപോലെ മാറാനും കഴിയുള്ളൂ. മനസ്സിലായോ? എന്താ ഈ നിൽക്കുന്നതും പല്ലിയാണോ? എടേ അല്ലടേ, അതെ തവളയാ. ഞങ്ങൾ ആക്രമിക്കല്ലേ? അല്ല നിങ്ങളൊക്കെ എവിടുന്നായി വരുന്നത്? എന്തിനെ കണ്ടാലൊക്കെ പേടിക്കുവോ? ഇവനെ ആമയാ, ആമ. അയാൾ ഈ കാട് മുഴുവനും നാശമാക്കിയിരിക്കുകയാണല്ലോ.
അവന്റെ പണി തീർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സംശയമുണ്ടോ? ദേ നോക്ക്, ഞങ്ങൾ ലാബിലേക്ക് പോവുകയാണ്. നിങ്ങൾ എല്ലാ ഡൈനോസറുകളെയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നേക്ക്. ഇന്നത്തോടെ അവന്റെ നാടകം നമുക്ക് അവസാനിപ്പിക്കണം. ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. നിങ്ങൾ എങ്ങോട്ടാ പോയത്? നിങ്ങൾ പുറകെ വരുന്നുണ്ടെന്നാ ഞാൻ കരുതിയത്. കന്ന സാറേ, ഇൻസ്പെക്ടർ പാണ്ഡയ്ക്ക് ഉടൻ തന്നെ ഫോൺ ചെയ്യേ. ഹലോ ഇൻസ്പെക്ടർ പാണ്ഡ, ഒന്ന് വേഗം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരൂ. എന്റെ ചേട്ടായി, ചേട്ടായി, താൻ എവിടെ പോയിടും? വാ, നമുക്ക് വേഗം ലാബിലേക്ക് പോകണം. എന്തായാലും കൊള്ളാം, നമ്മൾ കോഴിയെപ്പോലും ഡൈനോസറാക്കി മാറ്റിയിരിക്കുന്നു. അടിച്ചു പൊളിച്ച്. സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ എനിക്ക് വേഗം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി താ. ഇന്ന് വയറ് നിറച്ച് കഴിക്കാൻ പോകുന്നത് ഇവര് തന്നെയാണ്, മനസ്സിലായോ? എടാ, ഇന്ന് ഞങ്ങളുടെ അടിയുടെ ചൂട് നീ അറിയാൻ പോവാ. എന്താ സംശയമുണ്ടോ? പിന്നെ നിങ്ങളുടെ എല്ലെല്ലാം ഞങ്ങൾ ഒടിക്കാൻ പോവുകയാണ്. ഒടിഞ്ഞ എല്ല് ശരിയാക്കി എടുക്കാൻ നിങ്ങൾക്ക് മിനിമം 6 വർഷമെങ്കിലും എടുക്കും. ആശുപത്രിയിൽ പോയാൽ പനിക്ക് മരുന്ന് തരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ഡൈനോസർ ഉണ്ടാക്കി എന്നെ പറ്റിച്ചിരിക്കുന്നു. അടികൈ. എന്താ? എടോ, നിങ്ങൾ എന്താണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? വേഗം പോയി അവരെ സഹായിക്ക്. അവന്മാരെ തല്ല്. എല്ലാവരെയും വേഗം പിടിക്ക. എടോ, നിങ്ങൾ എന്താണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? വേഗം പോയി അവരെ സഹായിക്ക്. വേഗമാകട്ടെ. സാറേ, വേറെ ഗാർഡ്സിനെ വേഗം വിളിക്ക്. എന്താ? എടോ, തന്റെ കാതിനകത്തെന്താ കുമ്പളങ്ങിയാണോ കയറ്റി വച്ചിരിക്കുന്നത്? ഇവിടെ നടക്കുന്നത് കണ്ടില്ലേ? വേഗം വേറെ ഗാർഡ്സിനെ വിളിക്കാനായിട്ട് നോക്ക്. എമർജൻസി അലർട്ട്. എല്ലാ ഗാർഡ്സും പെട്ടെന്ന് തന്നെ ലാബിലേക്ക് വരണം. ഇവിടെ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. എടോ, തന്റെ ഗാർഡ്സ് ഒക്കെ എവിടെ പോയി കിടക്കുകയാണ്? എല്ലാം കഴിഞ്ഞിട്ടേ അവന്മാർ വരികയുള്ളൂ. അടിച്ചു പൊളിച്ച്. എന്താ? ഓഹോ, ഏത് ഡോങ്കിയാണ് തന്നെ ഇൻചാർജ് ആക്കി മാറ്റിയത്? നിങ്ങൾ തന്നെയാണ് സാറേ, കേട്ടിട്ടുണ്ട്.
എന്നെ ആരെങ്കിലും തെറി പറഞ്ഞാൽ തനിക്ക് നന്നായിട്ട് അത് കേൾക്കും. അടിച്ചു പൊളിച്ച് എല്ലാരെയും തല്ല. നിങ്ങൾ മൃഗങ്ങളോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് ഞങ്ങൾ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാതെ വിടാൻ പോകുന്നില്ല. ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ. ചേട്ടായി എന്തായാലും ഈ പ്രാവശ്യം താനൊന്നും മിണ്ടാതിരിക്കേ. അതെന്തിനാ? അത് വേറെ ഒന്നുമില്ല, കേക്കേ കാതൊട്ട് കേക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അടിച്ചു പൊളിച്ച് വരൂ. അടിച്ചു പൊളിക്കാനോ? തന്നെ അടിച്ചു പൊളിക്കാനല്ല, ഞങ്ങൾ ഇടിച്ച് ചമ്മന്തിയാക്കാനാ പോകുന്നത്. സന്തോഷം വരുമ്പോ കളിക്കണം ബാംഗ്ല ഡാൻസ്. ഇവന്മാർക്ക് ഇനി കൊടുക്കാൻ പാടില്ല ഒരു ചാൻസ്. ഇടിക്കടാ അവന്മാരെ. എന്റെ ചേട്ടായി, ഇവന്റെ കവിത സഹിക്കാൻ പറ്റത്തില്ല. ഇവനെ ഒന്ന് അടക്കി നിർത്ത. അയ്യോ ഇല്ല ഇല്ല ഇല്ലേ, ഞാൻ സോറി പറയുകയാണ്. ഇനി നീ കവിത പറഞ്ഞാൽ കവിത പറയാൻ നിനക്ക് നാവുണ്ടാവുകയില്ല. വളരെ നന്ദിയുണ്ട്. എന്റെ പാണ്ഡാ സാറേ, ഒന്ന് പെട്ടെന്ന് വരാൻ നോക്ക്, അല്ലെങ്കിൽ പ്രശ്നമാകും. കൊച്ചളിയ, ആ ക്യാപ്പ് തന്നെ. ആ ക്യാപ്പ് വെച്ചിട്ട് ഞാൻ സ്റ്റൈലായിട്ട് ഫൈറ്റ് ചെയ്തോളാം. എന്റെ ക്യാപ്പിൽ കൈവച്ച് പോകരുത്. ഇതായെത്തിപ്പോയി എന്റെ ധീരനായ ഗാഡ്. കഴിയുമെങ്കിൽ ഇവരോട് ഫൈറ്റ് ചെയ്ത് ജയിച്ചു കാണിക്കേ. ഇൻസ്പെക്ടർ പാണ്ഡാ. മുഴുവൻ നശിപ്പിച്ചു. ആ ഡൈനോസറിനെ അറസ്റ്റ് ചെയ്യൂ. ഡൈനോസോറുകളെ അല്ല, ഈ മക്കനെ വേഗം പിടിക്കൂ. മക്കനെ പിടിച്ചാൽ അത് കയ്യിൽ നിന്നും വഴുതി പോകും. കള്ളന്മാർ രാത്രിയിലാണ് വീട്ടിൽ കക്കുന്നത്. ഇയാളിപ്പോ ഹണിയെ പോലെയാണ് സംസാരിക്കുന്നത്. അടി കൈ. ചേട്ടായി, ഇന്ന് ഇവനെ അടിക്കുന്ന അടിയില്ലേ ഇവന്റെ മോന്തയുടെ ഷേപ്പ് മൊത്തത്തിൽ തിരിഞ്ഞു പോകണം, കേട്ടല്ലോ. മിണ്ടരുതാ. അതുതാ ഇവനോട് പറയേ. ഇവന്റെ കവിത കേട്ട് കേട്ട് എന്റെ കാതിൽ രക്തം വന്നോണ്ടിരിക്കുകയാണേ. സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടെ മരുന്നിന്റെ വീര്യം തീരും. എന്റെ ചേട്ടായി, എനിക്കെന്തോ വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ അനുഭവപ്പെടുകയാണ്. മിണ്ടരുതാ. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഈഷ്, ഇതെന്താണ് സംഭവിക്കുന്നത്? ഇത് മക്കൻ സിംഗിന്റെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ്. ഇയാള് പല്ലി, തവള, ഓന്ത് ഇതിനെല്ലാം മരുന്ന് കൊടുത്ത് അതിനെയൊക്കെ ഡൈനോസോറാക്കി മാറ്റിയതാ. എന്നിട്ട് നാട്ടുകാരെ അത് വിളിച്ച് കാണിച്ച് കോടികൾ ഉണ്ടാക്കാൻ നോക്കി. ഈഷ്, വേഗം ഇവരെ അറസ്റ്റ് ചെയ്യൂ. എല്ലാം മൊത്തത്തിൽ കുളമായി. അടിച്ചു പൊളിച്ച് ഞങ്ങൾ എപ്പോഴും പൊളിക്കും. ഇനി എന്തായാലും ജയിലിൽ പോയി നല്ല ചപ്പാത്തിയൊക്കെ കഴിച്ച് ഈ തടിയൊന്ന് കുറയ്ക്കാൻ നോക്ക്. താങ്ക് യു കൂട്ടുകാരെ. നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ യഥാർത്ഥ രൂപങ്ങൾ കിട്ടിയിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ കടമയാണ്. ഇനി നിങ്ങൾക്ക് ഈ കാട്ടിൽ സുഖമായിട്ട് ജീവിക്കാം. ഇനി ആരും നിങ്ങളെ ഡൈനോസോറാക്കി മാറ്റുകയില്ല.